ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാവില്ല. അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അങ്ങനെ ഏത് റിലേഷൻഷിപ്പിലും അമ്മയും മകനാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് അല്ലേ. പക്ഷേ ഈ സൗന്ദര്യ പിണക്കത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് അത് പല പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഒരു രണ്ടുപേരും തീരുമാനിക്കണം. ഇത്ര ദിവസത്തിൽ കൂടുതൽ ഈ പ്രശ്നത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ദേഷ്യങ്ങളുണ്ടാവും, വാശികളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ നിറഞ്ഞതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഒക്കെ ഈ ഇമോഷൻസ് എല്ലാം ഉള്ളവരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും അല്ലേ. ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ചില സമയത്ത് വളരെ സന്തോഷം, വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് ഒരു ഹെൽത്തി കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരിക, അതൊരു ഹെൽത്തി ഡിസിഷൻസ് എടുക്കാം. പിന്നെ ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലോട്ടേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളെ തുറന്ന് പറയാതെ ഉള്ളിലിട്ട് അത് വീർപ്പിച്ച് കൊണ്ടുവരും. അതൊരു ദിവസം ഒരു ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടി അത് വല്ലാത്തൊരു അലങ്കോലമാക്കുന്ന രീതിയിൽ, വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, പ്രശ്നം സൃഷ്ടിക്കുന്ന രീതിയിലേക്കായിരിക്കും ആ ബോംബ് പൊട്ടുന്നുണ്ടാവും. എന്തിനത്രത്തോളം കാത്തിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് അല്ലേ? ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഒരാളിൽ നിന്ന് ഇറിറ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ അയാളുടെ വാക്കുകൾ നിങ്ങൾ വേദനിപ്പിക്കുക, തുറന്ന് പറയുക. എപ്പോഴും പറയാറുള്ളത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് തുറന്ന് പറയുകയും അതിനനുസരിച്ച് ആ ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് വളരെ രസകരമായിട്ട്, വളരെ സന്തോഷകരമായിട്ട്, ഹാപ്പി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അല്ലാതെ ഈ ചെറിയ കാര്യം നമ്മൾ ഉള്ളിൽ വെച്ച് ഇങ്ങനെ വീർപ്പിച്ച് വരുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കഥകൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വിശ്വസിപ്പിക്കും. നിങ്ങൾ അങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല സ്റ്റോറീസ് നിങ്ങളുടെ മൈൻഡ് ബിൽഡ് ചെയ്യും. അത് നിങ്ങളെ കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് കഥകൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ മൈൻഡിന്. അത് ആദ്യം മനസ്സിലാക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന സമയത്ത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അറ്റാച്ച്മെന്റിൽ നിന്ന് ഈ ചെറിയ കാരണങ്ങളാണ് അവരെന്ത് ഡിറ്റാച്ച് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി സ്നേഹത്തോടെ വിളിച്ചാൽ പോലും അതൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്ന അവസ്ഥയിലേക്കാണ് ആ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടാവാം. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നം അവരിൽ തന്നെ സൊല്യൂഷൻ ഉണ്ട്, അത് അവർ തന്നെ നോക്കാന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. പലപ്പോഴും ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കുടുംബങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നങ്ങളാക്കി മാറ്റുന്നുണ്ടാവും അല്ലേ. ഭർത്താവിൻ്റെ നമ്മൾ തന്നെ ഇപ്പോൾ ഒത്തിരി കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൻ്റെ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ അവരുടെ പിന്നെ മദേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചില ഫാമിലിയിൽ കോൺഫ്ലിക്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത് വൈഫിൻ്റെ അല്ലെ പെൺകുട്ടികളുടെ ഭാഗത്ത് നമ്മുടെ അച്ഛനമ്മേൻ്റെയും ഓവറായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും അവരെ ഭയങ്കര കമ്പൽ ചെയ്തിട്ടുള്ള ഡിസിഷൻസും കൊണ്ടൊക്കെ ഒരു ഫാമിലി പല രീതിയിലാണ് ഫാമിലി കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം ഭാര്യ ഭർത്താവിന് ഉണ്ടാകുന്ന പ്രശ്നം പുറത്തു പോയി അവരുടെ തീരുമാനങ്ങളിലേക്ക് എത്താത്തൊരവസ്ഥയിലേക്ക് വരിക, പ്രത്യേകിച്ച് കുടുംബങ്ങളിലേക്ക് അല്ലെ. നിങ്ങളെ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നവരെടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മോശമായി ബാധിക്കപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു തോന്നുന്നവരിലേക്ക് പോയി ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് ഡൈവോഴ്സിൽ തന്നെ കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂയിസൈഡൽ അറ്റംപ്റ്റ്, എത്ര കഥകൾ നമ്മൾ പുറത്ത് വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയിപ്പം നമ്മൾ പുറത്തുള്ളൊരാൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നം അവരുടെ കുടുംബങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഹെൽത്തി വേ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നല്ലൊരു പ്രൊഫഷണൽ സഹായം തേടൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. എല്ലാവർക്കും വളരെ കൃത്യമായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാൻ പറ്റണമെന്നില്ല അല്ലേ. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഭാഗത്ത് ഇപ്പോൾ ചെക്കനാണെങ്കിൽ ചെക്കൻ്റെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കുള്ളൂ, പെണ്ണിനെ നമ്മൾ തള്ളിപ്പറയും. ഇനി പെണ്ണിന്റെ ഭാഗത്തുള്ള ആളുകളുടെ അടുത്താണെങ്കിൽ പെണ്ണിന്റെ വാക്കുകൾ വിശ്വസിച്ച് ചെക്കനെ നമ്മൾ തള്ളിപ്പറയും. ഇതിലെവിടെയാണ് ഇവരുടെ റിയാലിറ്റി അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തമ്മിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നത് അല്ലേ. നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കണം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അതിനൊക്കെ അതിൻ്റെ ഒരു പ്രൊഫഷണൽ വേ ഉണ്ട്. ആ പ്രൊഫഷണൽ വേയിലൂടെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവാം, അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാതെ അതിനൊരു വിപ്ലവകരമായ രീതിയിലേക്ക് കുടുംബങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ പറയാനുള്ളത്, സൂയിസൈഡ് എന്ന് പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനുമുള്ള ഒരു ഇതല്ല. ഒരു പക്ഷേ ഞാൻ മരിച്ച് അവനോടുള്ള ഒരു വാശിയായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവാം, നമ്മുടെ അല്ലെങ്കിൽ അവൻ്റെ അടുത്തുള്ള വാശിയായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവാം. നമ്മൾ
വരിച്ചതിന് ശേഷം അവർ അനുഭവിക്കട്ടെ എന്നുള്ളത്. എന്ത് അനുഭവങ്ങളാണ് അനുഭവിക്കുന്നത്? പല നിയമങ്ങളും ഉണ്ടെന്ന് നമ്മൾക്ക് പറയാമെങ്കിലും എത്രമാത്രം അതൊരു പ്രാബല്യത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അത് ആളുകളിലേക്ക് അതിൻ്റെതായ ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ് അല്ലേ. കുറച്ചു കാലം പോലീസും കാര്യങ്ങളൊക്കെ ആയത് പോകുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിനെ വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് പല നിയമങ്ങളും ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരോടും വാശി തീർക്കേണ്ടത് നമ്മുടെ ജീവിതം കളഞ്ഞിട്ടല്ല. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ടാവണം അല്ലേ മുന്നോട്ട് പോകേണ്ടത്. ദൈവം തന്നിരിക്കുന്ന ആയുസ് വരെ, ആ കാലം വരെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കും എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു ഡിസിഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്നുള്ളതല്ല എന്നുള്ളത്. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനുമുള്ള ഒരു ഇതല്ല എന്നുള്ളത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രീമെരിറ്റൽ കൗൺസിലിംഗ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു നിർബന്ധിതമാക്കണം എന്നുള്ളത് അല്ലെ. മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിർബന്ധമാണെന്ന് പറയുന്നത് പോലെ തന്നെ രണ്ട് ആളുകൾ വിവാഹം ചെയ്യാൻ പോകുന്ന രണ്ട് വ്യക്തികളും പ്രീമെരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പറയാനുള്ള പ്രധാന കാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ ലൈഫ് എന്താണെന്നുള്ളതിനെ കുറിച്ചും റിയാലിറ്റിയും റിയലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നതിനെ കുറിച്ചൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതനുസരിച്ച് അവർ ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടാനും അതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അവർ പ്രാപ്തരാകും എന്നുള്ളതാണ്.